അതായത് കസ്റ്റമർക്ക് ഒരു നോളജ്, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു നോളജ് എങ്കിലും ഇതിനെപ്പറ്റി വേണം. ഈ വെയിറ്റ് താങ്ങി നിർത്താനുള്ള കെൽപ്പ് നമ്മൾ അഡസീവിന് വേണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭിത്തിയും ടൈലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഒട്ടി നിൽക്കുന്ന ഒരു സംഗതി അഡസീവാണ്. ഇപ്പൊ വെട്രിഫൈഡ് ടൈലിൽ നമ്മളിപ്പോ ഒരു വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളമായിട്ട് തന്നെ നിലനിൽക്കും. അത് അബ്സോർവ് ചെയ്യൂല, നേരെ വേപ്പറൈസ് ആവുള്ളൂ. അപ്പോൾ പലരും വില കൂടിയ ടൈല് വാങ്ങിക്കുന്നുണ്ട്, വില കുറഞ്ഞ ടൈല് വാങ്ങിക്കുന്നുണ്ട്, അഡസീവ് വാങ്ങിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ടൈലിന് ഏതൊക്കെ അഡസീവ് യൂസ് ചെയ്യണമെന്ന് പലർക്കും ചില ഡൗട്ടുകളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെറാക്കിൽ സിബിൻ ഉണ്ട്. ഹായ് സിബിൻ, നമസ്കാരം. നമസ്കാരം സിബിൻ ബ്രോ. പലരും നമ്മൾ വലിയ ടൈലെടുക്കും, ചെറിയ ടൈലെടുക്കും, അപ്പോൾ പല ടൈപ്പ് ടൈലെടുക്കും, അതേപോലെ തന്നെ അഡസീവ് എടുക്കും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊക്കെ, അതായത് ഏതൊക്കെ ടൈൽ, ഏതൊക്കെ സൈസ് ടൈൽ, ഏതൊക്കെ അഡസീവ് യൂസ് ചെയ്യാം, അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് എന്നാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ടൈൽ അഡസീവ് ചൂസ് ചെയ്യണം. അതായത് ടൈലിന്റെ സൈസ് മാറി. പണ്ട് നമ്മൾ ഈ സെറാമിക് ടൈൽ യൂസ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പൊ എല്ലാം വിട്രിഫൈഡ് ആണ്. അതുപോലെ തന്നെ 2x2 ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 4x2 മാറി, വലിയ ടൈലിലേക്ക് മാറിക്കൊണ്ട്. അത് ഡേ ബൈ ഡേ ടൈലിന്റെ സൈസ് മാറുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ എന്താ പറയാ ടെക്നോളജികൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഇനി വരുന്നത് വലിയ സൈസിൽ ബിഗ്ഗർ സ്ലാബിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ബിഗ്ഗർ സ്ലാബ് അല്ലെങ്കിൽ ടൈലിന്റെ സൈസ് മാറുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ അഡസീവ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുത്തണം. നമ്മൾക്ക് പണ്ട് നമ്മൾ സെറാമിക് ഒട്ടിച്ചിരുന്ന അഡസീവ് വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പൊ പോയി വെട്രിഫൈഡ് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അഡസീവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ ടൈലിന്റെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ അഡസീവ് ചൂസ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ടൈലിന് എവിടെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള അഡസീവിന്റെ ഗ്രേഡ് കാര്യങ്ങൾ, ചൂസ് ചെയ്യേണ്ട ഗ്രേഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് ലേ ചെയ്യുമ്പോൾ ഇപ്പോ കസ്റ്റമർക്ക് അറിയില്ല. കസ്റ്റമർ ഇപ്പൊ ഏതെങ്കിലും ഒരു മേസൺ ആയിരിക്കും, കോൺട്രാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്ട് ആയിരിക്കും. അവര് ത്രൂ ആണ് വരുന്നത്. അവരായിരിക്കും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നവർക്ക്. കോൺട്രാക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ആയിരിക്കും, അപ്പോ നമ്മളിപ്പോ അവർക്കൊരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക്, അതായത് കസ്റ്റമർക്ക് ഒരു നോളജ്, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു നോളജ് എങ്കിലും ഇതിനെപ്പറ്റി വേണം. ഏത് അഡസീവ് യൂസ് ചെയ്യണം, എങ്ങനെ ഇത് ലേ ചെയ്യണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടാണ്. നമ്മളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സ് പല ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ടൈലിനെ കുറിച്ചുള്ള ഭയങ്കര നോളജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. പക്ഷെ അത് എങ്ങനെ ഒട്ടിക്കാം, എങ്ങനെ ലേ ചെയ്യാന്നുള്ള ആ ഒരു നോളജ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അത് കൂടുതലും കോൺട്രാക്ടേഴ്സിന് അല്ലെങ്കിൽ ആർക്കിടെക്ട്സിന്, മേസൺസിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ കൂടി കുറിച്ച് നമുക്ക് അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ കോൺട്രാക്ടേഴ്സിനും ഈ പറഞ്ഞ മേസൻസിനും അത്യാവശ്യം നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ ട്രെയിനിങ് എല്ലാവരുടെ അടുത്തോട്ട് എത്തണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മളുടെ പതിയർ ത്രൂ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ലേ ചെയ്യണം. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് ഇഷ്യൂസ്, ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ വരുന്ന എറേഴ്സ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് ലൈഫ് ടൈം ആണ്. ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വീട് വെക്കുന്ന ലൈഫ് ടൈം ഒരു പ്രാവശ്യം വീട് വെക്കുന്നുള്ളൂ. അതെ. അപ്പൊ ആ ഒരു സംഗതി കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പറയുന്ന നമ്മളെ ആ ഒരു ലൈഫ് സ്പാൻ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് അഡസീവ് ചൂസ് ചെയ്യണം, ഏത് ടൈലിന് ഏത് അഡസീവ് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ അഡസീവ് എങ്ങനെ നമുക്ക് സൈഡിൽ യൂസ് ചെയ്യാം, അതായത് അതിൻ്റെതായിട്ടുള്ള എങ്ങനെ നോച്ച് ട്രാവൽ യൂസ് ചെയ്യുന്ന, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു, ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഓരോ ടൈലിന് ഓരോ അഡസീവ് ചൂസ് ചെയ്യണം. ഇത് ചൂസ് ചെയ്യുന്നതിന് ടൈലിന്റെ സൈസ് അനുസരിച്ചിട്ടും കാറ്റഗറി. ടൈല് തന്നെ നമുക്ക് സെറാമിക്കിലും അവൈലബിൾ ആണ്, വെട്രിഫൈഡിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റോൺസ്, നാച്ചുറൽ സ്റ്റോൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു 3 കാറ്റഗറി വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ടൈൽ അഡസീവ് ചൂസ് ചെയ്യണം. ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരവും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം 4 സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. കാര്യം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് നമ്മളെ ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസം വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ പറയുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡും കൂടി നോക്കുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് ടൈലിന്റെ സൈസ് അനുസരിച്ചിട്ടും, അതുപോലെ തന്നെ അതിന്റെ ഒട്ടിക്കുന്ന പ്രതലം അല്ലെങ്കിൽ ഒട്ടിക്കാം ടൈലിന്റെ നേച്ചർക്ക് അനുസരിച്ചിട്ട് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3,
ടൈപ്പ് 4, ടൈപ്പ് 5 ഇങ്ങനെ ഇത്രയും കാറ്റഗറിയിൽ നമുക്ക് 5 ടൈപ്പിൽ നമ്മൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം വേർതിരിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നിനും ഓരോ സർഫസ് ആണ്, ഓരോ ടൈലാണ്, ഓരോ എന്താ ടൈലിന്റെ നേച്ചറിൽ വ്യത്യാസം വരും, സ്റ്റോൺസ്, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മൾക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വരുമ്പോൾ C1, C2 കാറ്റഗറി അങ്ങനെയാണ് വരുന്നത്. C1, C2 കാറ്റഗറി, അതായത് നോർമൽ സിമെന്റേഷ്യസ് അഡസീവ്, ഇംപ്രൂവ്ഡ് സിമെന്റേഷ്യസ് അഡസീവ്. ഇതിൽ തന്നെ സബ് കാറ്റഗറീസ് ഒരുപാട് വരുന്നുണ്ട്. നമ്മള് ഇപ്പോ നിലവില് സംഗതി സെറാമിക് ടൈലിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കണേ. കിട്ടാനില്ല, എല്ലാരും വെട്രിഫൈഡ് മാറി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സൈസും മാറി. അപ്പൊ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് വെട്രിഫൈഡ് ടൈല് വരുമ്പോ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം മിനിമം ടൈപ്പ് 2 കാറ്റഗറി, മിനിമം ടൈപ്പ് 2 കാറ്റഗറിയിൽ വരുന്ന ടൈൽ അഡസീവ് നമ്മൾ ചൂസ് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെറാമിക് ടൈലിനെ അപേക്ഷിച്ചിട്ട് വെട്രിഫൈഡ് ടൈലിന് അബ്സോർപ്ഷൻ ഇല്ല. ഇപ്പൊ വെട്രിഫൈഡ് ടൈലിൽ നമ്മളിപ്പോ ഒരു വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളമായിട്ട് തന്നെ നിലനിൽക്കും. അത് അബ്സോർവ് ചെയ്യൂല, നേരെ വേപ്പറൈസ് ആവുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സെറാമിക് ടൈൽ ഇടണമെന്നുണ്ടെങ്കിൽ അബ്സോർവ് ചെയ്തു. അതാണ് വ്യത്യാസം. രണ്ടിനും ക്ലേ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്രിഫൈഡ് ടൈലിൽ നമുക്ക് ടൈപ്പ് 2 കാറ്റഗറി ആണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. നമുക്ക് സെറാമിക്കിലാണെങ്കിൽ ടൈപ്പ് 1 ആയാലും കുഴപ്പമൊന്നുമില്ല. ടൈപ്പ് 2 കാറ്റഗറി നമ്മൾ വെട്രിഫൈഡ് ടൈൽ ഒട്ടിക്കുമ്പോൾ ചൂസ് ചെയ്യണം. അത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇത് കസ്റ്റമേഴ്സ് ഒക്കെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്കേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ്ഫുൾ ആണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം വരെ നമ്മുടെ ടൈൽ അങ്ങനെ തന്നെ നിൽക്കും. വെട്രിഫൈഡ് ടൈല് ലേ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് 2 കാറ്റഗറി യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ടൈലിന്റെ സൈസ്. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് ഒട്ടിക്കാൻ പോകുന്നത്, ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്നുള്ളത്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിന്റെ സൈസിന്റെ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ടൈല് നമ്മൾ പണ്ട് ചെറിയ ടൈല് വാൾ ടൈൽസ് ഒട്ടിച്ചിരുന്നത് നമുക്ക് ഏത് അഡസീവ് ആണെങ്കിലും മതിയായിരുന്നു, സെറാമിക് ആയിരുന്നു ഒട്ടിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് എല്ലാവരും 4x2 ടൈല് മിനിമം ബാത്റൂം വാൾസിൽ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെറാമിക്കിനെ അപേക്ഷിച്ചിട്ട് വെട്രിഫൈഡിന് വെയിറ്റ് കൂടുതലാണ്, അറിയാലോ. ടൈലിന്റെ തിക്നെസ് കൂടും, വെയിറ്റ് കൂടും. അപ്പോ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നെക്സ്റ്റ് ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x2 ടൈല് അല്ലെങ്കിൽ 120/80 അല്ലെങ്കിൽ അതിന് പൊക്കത്തോട്ടുള്ള സൈസ് വരുമ്പോ ഇതിന് വെയിറ്റ് കൂടുന്നുണ്ട്, ടൈലിന് വെയിറ്റ് കൂടും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടൈല് ഇപ്പോ 2x2ന്റെ വെയിറ്റ് അല്ല 4x2ന്, 4x2ന്റെ വെയിറ്റ് അല്ല അതിന്റെ പൊക്കത്തോട്ടുള്ള. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈല് സൈസ് ചൂസ് ചെയ്യുമ്പോഴും ഇതിന്റെ വെയിറ്റ് കൂടുന്നുണ്ട് ഗ്രാജുവലി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങി നിർത്താനുള്ള കെൽപ്പ് നമ്മൾ അഡസീവിന് വേണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭിത്തിയും ടൈലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഒട്ടി നിൽക്കുന്ന ഒരു സംഗതി അഡസീവാണ്. അപ്പൊ ഈ അഡസീവിന് ഈ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടൈലിന് ഇത് താങ്ങി നിർത്താൻ പറ്റുള്ളൂ എന്നേക്കും. അതായത് കാലാകാലം താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡസീവിന് കെൽപ്പ് വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടൈൽ അഡസീവ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ കാറ്റഗറി മാറ്റേണ്ടി വരും, കൂടിയ ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ സിപിൻ ബ്രോ, നമ്മൾ ഏതൊക്കെ അഡസീവ്സ് ഏതൊക്കെ ടൈലിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗമ്മുകളാണ് നമുക്ക് വരുന്നത്? നമുക്ക് ഫുൾ ഡീറ്റെയിലോട്ട് വരാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെറാക്കിമിന്റെ ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ പ്രൊഫഷണൽ സീരീസിൽ വരുന്ന ടൈൽ അഡസീവ് സീരീസ് ഉണ്ട്. അതായത് നെക്സാബോണ്ട് സീരീസ് എന്ന് പറയും. എന്താണ് അത് പ്രീമിയം എന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ നെക്സാബോണ്ട് സീരീസ്. അതായത് സീരീസിൽ Q100 ആണ് സ്റ്റാർട്ടിംഗ് സീരീസ് വരുന്നത്. ഇതില് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സെറാക്കിമിന്റെ പ്രോഡക്ട്സുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് സെറാബോണ്ട് എന്ന് പറയുന്ന അഡസീവ് അവൈലബിൾ ആണ്. അതിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്രാ പ്രീമിയം ആണ്. അൾട്രാ പ്രീമിയം അഡസീവ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സിമെന്റിന് വ്യത്യാസമുണ്ട്, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കലിന് വ്യത്യാസമുണ്ട്, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സാൻഡിന് വ്യത്യാസമുണ്ട്. അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ അൾട്രാ പ്രീമിയം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു അഡസീവിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നെക്സാബോണ്ടിൽ വരുന്ന ഫസ്റ്റത്തെ കാറ്റഗറി അഡസീവ് ആണ്. അതായത് Q100 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ സീരീസിൽ സ്റ്റാർട്ടിങ് അഡസീവ് ആണ് ഇത്. ഓക്കെ, ഈ അഡസീവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും C2 ടൈപ്പ് 2. C2 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം C2-ഉം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ടൈപ്പ് 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ടൈപ്പ് 2 കാറ്റഗറിയിലുള്ള അഡസീവ് ആണ്. ഇപ്പൊ സെറാബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും C1 സ്റ്റാർട്ട് ചെയ്യുന്ന അഡസീവ് ആണ്. പക്ഷേ C1 സ്റ്റാർട്ട് ചെയ്യുന്ന അഡസീവ് ആണ്. പക്ഷേ
നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ടൈപ്പ് 2 കാറ്റഗറിയിൽ വരുന്ന അഡസീവ് ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട്. കാര്യം ഒരുപോലെ വെട്രിഫൈഡ് ആയിക്കോട്ടെ, സെറാമിക് ആയിക്കോട്ടെ, സ്റ്റോൺ ആയിക്കോട്ടെ, എന്തായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡസീവ് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതപ്പോ നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് വെട്രിഫൈഡ് സർഫസിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്ക് ടൈൽ ഓൺ ടൈൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് 4x2 വാളിൽ ചെയ്യാനായിട്ട് പറ്റും. 4x2 ടൈല് വാളിൽ ചെയ്യാനായിട്ട് നമുക്ക് ടൈപ്പ് 2 കാറ്റഗറി വരുന്ന അഡസീവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് നമുക്ക് എക്സ്റ്റീരിയർ ഒട്ടിക്കാം, പക്ഷേ എക്സ്റ്റീരിയർ ഫ്ലോറിലാണ് നമ്മൾ ടൈപ്പ് 2 കാറ്റഗറി വാളിൽ പറയുന്നില്ല, എക്സ്റ്റീരിയർ ഫ്ലോറിലാണ് ടൈപ്പ് 2 വരുന്ന കാറ്റഗറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നെക്സാ ബോണ്ടിന്റെ നെക്സ്റ്റ് കാറ്റഗറി അഡസീവ് അത് വന്നിട്ട് Q200 എന്നാണ്. അതായത് നെക്സാ ബോണ്ട് 100 ഇത് 200. നെക്സാ ബോണ്ട് Q200 ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ കാറ്റഗറി മാറി. മറ്റേത് നമ്മള് ടൈപ്പ് 2 ആയിരുന്നു വെച്ചെങ്കിൽ ഇതിന്റെ അത് ടൈപ്പ് 2 കഴിഞ്ഞിട്ട് ടി എന്ന് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ടി എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ വാളിൽ നമ്മളൊരു അഡസീവ് അപ്ലൈ ചെയ്ത് എന്നിട്ട് നമ്മൾ ടൈൽ ഒട്ടിച്ച്, അത് ടൈലിന്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് വെയിറ്റ് കൂടുമെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ താഴത്തോട്ട് സാഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു ടെൻഡൻസി റെസിസ്റ്റ് ചെയ്യുന്നതാണ് ടി, അതായത് നോൺ സ്ലിപ്പ് എന്ന് പറയും. നോൺ സ്ലിപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന അതാണ് ഈ പറയുന്ന ടി കൊണ്ടെന്ന് അർത്ഥമാക്കുന്നത്. ഈ എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം. എക്സ്റ്റെൻഡഡ് ഓപ്പൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ടൈല് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ ടൈല് നമ്മൾ ലേ ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം വേണം. അതായത് സെറ്റ് ആവാനുള്ള സമയം അതായത് നമ്മളിപ്പോ ഒരു ഓപ്പൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഡസീവ് ഫ്ലോറിൽ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ടൈൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടൈൽ ഒട്ടിക്കാൻ എടുക്കുന്ന സമയം വരെ ഈ അഡസീവിന് ആക്റ്റീവായിട്ട് നിൽക്കണം. അഡസീവിന്റെ ആ ഒരു ഉപയോഗശൂന്യമാവരുത്, അതാണ് എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈലിന്റെ സൈസ് മാറിയെന്ന് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ടൈലിന്റെ വലിയ സൈസ് വരുമ്പോൾ വലിയ ടൈൽ ഒട്ടിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഈ ലേ ചെയ്ത് ഇപ്പോൾ ആ ടൈൽ അഡസീവ് അപ്ലൈ ചെയ്തു, അത് ഒട്ടിക്കുന്ന സമയം വരെ ഈ അഡസീവ് അപ്ലൈ ചെയ്ത അഡസീവ് ഉപയോഗപ്രദമായിട്ട് നിൽക്കണം. അതാണ് എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം C2TE-യും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് 2TE ആണ് വരുന്നത്. ഇതിപ്പോ നമുക്ക് പറയുന്നുണ്ടല്ലോ ഇന്റീരിയറും ആൻഡ് എക്സ്റ്റീരിയറും പറയുന്നത്. ഈ ഒരു അഡസീവ് അതായത് ഫസ്റ്റത്തെ അഡസീവ് ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഫ്ലോർ ആൻഡ് വാളും എക്സ്റ്റീരിയർ ഫ്ലോർ മാത്രം. ഇത് വന്നിട്ട് നമുക്ക് എക്സ്റ്റീരിയറും ഒട്ടിക്കാൻ പറ്റുന്ന ടൈൽ അഡസീവ്. എക്സ്റ്റീരിയർ നമുക്ക് വാള് പറ്റും. എക്സ്റ്റീരിയർ വാളിൽ ഒട്ടിക്കുക, സ്റ്റോൺസ് ഒട്ടിക്കുക. സ്റ്റോൺസ് ഒട്ടിക്കാനായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന നെക്സാ ബോണ്ട് Q200 എന്ന് പറഞ്ഞ അഡസീവ് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയർ വാളും ഫ്ലോറും ഒട്ടിക്കുക. ഓക്കെ, അതാണ് നെക്സാ ബോണ്ട് Q200. ഇത് നമുക്ക് ടൈലോൺ ടൈലും ഒട്ടിക്കാം. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അഡസീവ് ആണ് നെക്സാ ബോണ്ട് Q300. നമ്മളെ തേർഡ് വരുന്ന അഡസീവാണ്, മൂന്നാമത്തെ കാറ്റഗറി അഡസീവാണ്. ഈ അഡസീവിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ C2TE ആണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് ടൈപ്പ് 3 ആയി, ടൈപ്പ് 3TE കാറ്റഗറി ആയി. അപ്പൊ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2 ആണ്, ഇത് വന്നിട്ട് ടൈപ്പ് 3 കാറ്റഗറിയാണ്. ഇതും നമ്മൾക്ക് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒട്ടിക്കാൻ പറ്റുന്ന ടൈൽ അഡസീവ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് വലിയ സ്ലാബുകൾ, 8x4 സ്ലാബ് ഒക്കെ ഇന്റീരിയറിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈൽ അഡസീവ് ആണ് നമ്മളുടെ ഈ പറഞ്ഞ Q300. ഇത് വെച്ചിട്ട് നമുക്ക് ടൈലോൺ ടൈൽ ഒട്ടിക്കാം, മറ്റേതുപോലെ തന്നെയാണ്. പക്ഷെ വലിയ സ്ലാബുകൾ നമുക്ക് ഈ പറയുന്ന നെക്സാ ബോണ്ട് Q300 വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. വലിയ സ്ലാബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈല് സ്ലാബ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഗ്രാനൈറ്റ് ഒട്ടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഗ്രാനൈറ്റ് ഒട്ടിക്കാം. ഗ്രാനൈറ്റും നമുക്ക് വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ടൈൽ അഡസീവ്. ഇത് നമുക്ക് ഏകദേശം ഒരു 12 അടി 15 അടി ഹൈറ്റ് വരെയൊക്കെ നമുക്ക് ഈ പറയുന്ന ടൈപ്പ് 3 കാറ്റഗറിയിൽ വരുന്ന അഡസീവ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും അല്ലെ, വാളിൽ ഒട്ടിക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോ ഈ കാണിച്ച എല്ലാ അഡസീവും ഗ്രേ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 20 kg ബാഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം, അതായത് ഇപ്പോ 200 അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പോളിമേഴ്സും അതിനനുസരിച്ചുള്ള കെമിക്കലും എല്ലാം ഈ പറയുന്ന അഡസീവിൽ വ്യത്യാസം വരുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾക്ക് വരുന്ന അതായത് നെക്സാ ബോണ്ടിൽ വരുന്ന ഏറ്റവും കൂടിയ അഡസീവ്, അതായത് Q400 എന്ന് പറഞ്ഞ അഡസീവ് ആണ് നമുക്ക് വരുന്നത്.
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം C2TE S1 എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വേർഡും കൂടി ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. S1 കാറ്റഗറിയിൽ വരുന്നത് ടൈപ്പ് 4 ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വരുന്നത് ടൈപ്പ് 4 TE S1 ആണ്. നമ്മൾ ഓൾറെഡി TE നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. S1 എന്ന് പറയുമ്പോൾ ഡീഫോമബിലിറ്റി എന്ന് പറയും. അതായത് അഡസീവിന് ചെറുതായിട്ട് ഒരു ബെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നോക്കിയിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതായത് ടൈലിന് ജസ്റ്റ് നമ്മളിപ്പോ ടൈൽ ഇപ്പൊ നമുക്കറിയാം എല്ലാം ചെറിയ ബെൻഡുള്ള ടൈൽസ് ഒക്കെ ആയിരിക്കും, അപ്പൊ അതൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇത് ഒന്ന് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ലാബുകൾ വരുന്നുണ്ട്. വലിയ സ്ലാബുകൾ ഇപ്പൊ കനം കൂടിയ ടൈല് വരുന്നുണ്ട്, കനം കുറഞ്ഞ ടൈലുകൾ വരുന്നുണ്ട്. അതായത് തിന്നായിട്ടുള്ള ഒരു 10 mm വരുന്ന ടൈലുകളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈലുകളൊക്കെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ ലേ ചെയ്യുമ്പോൾ നമ്മൾ അഡസീവിന് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി വേണം. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ അതൊന്ന് അയഞ്ഞു കൊടുക്കുള്ളൂ. അത് വരുന്ന ഒരു സംഗതിയാണ്. അത് ഡീഫോമബിൾ എന്നും പറഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിന്റെ അകത്ത് ബാഗിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയറും ചെയ്യാം. ഹൈ പോളിമർ ഉള്ള അഡസീവ് ആണ്. നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചു ഗ്രാനൈറ്റ് ഒട്ടിക്കാൻ പറ്റും. ഗ്രാനൈറ്റ്, മാർബിള്, എന്ത് വേണേലും, ഏത് ടൈൽ വേണേലും, ഏത് ഹൈറ്റിൽ വേണേലും ഒട്ടിക്കാൻ പറ്റും. നമുക്ക് സീലിംഗിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സീലിംഗിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല, പല കസ്റ്റമേഴ്സ് നമുക്ക് ഡൗട്ട് ചോദിക്കാറുണ്ട്, ചില സ്റ്റോൺസ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോൺസ് ഒക്കെ ചിലപ്പോൾ അവരുടെ ബെഡ്റൂമിൽ ചിലപ്പോൾ സീലിംഗിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അത് നമുക്ക് സീലിംഗിൽ നമ്മൾ അങ്ങനത്തെ കാറ്റഗറി വരുമ്പോൾ സ്പെഷ്യൽ ആണത്. സ്പെഷ്യൽ ആണ്. അപ്പൊ അതില് നമുക്ക് കൂടുതലും സിമെന്റേഷ്യസ് അഡസീവിനേക്കാളും കൂടുതൽ റെസിൻ ബേസ്ഡ് അഡസീവ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെ സിമെന്റ് ബേസ്ഡ് അഡസീവ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് വരുമ്പോഴൊക്കെ ടൈം എടുക്കും. നമ്മള് ഇപ്പൊ സീലിംഗ് ആവുമ്പോൾ ഓൾറെഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് താഴത്തോട്ടുണ്ടാവും, കൂടുതലായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സമയം നമുക്ക് അത് അവിടെ വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇട്ടണം. അപ്പൊ അങ്ങനെ സീലിംഗ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റെസിൻ ബേസ്ഡ് അഡസീവിലോട്ട് പോകണം. അല്ലെങ്കിൽ PU അഡസീവ് ഉണ്ട്, സെറലാസ്റ്റോ ബോണ്ട് 34 എന്ന് പറഞ്ഞ PU അഡസീവ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സെറാപോക്സർ എന്ന് പറയുന്ന എപ്പോക്സി അഡസീവ് ഉണ്ട്. ഇത് രണ്ട് റെസിൻ ബേസ് ആണ്. ടൈപ്പ് 5 കാറ്റഗറിയിൽ വരുന്ന ഇത് ടൈപ്പ് 4 ആണ് സിമെന്റ്. മറ്റേ ടൈപ്പ് 5 വരുന്ന കാറ്റഗറിയാണ്. അത് റെസിൻ ബേസ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക റെസിൻ ഉണ്ട്, ഹാർണർ ഉണ്ട്, 2 പാർട്ട് ആയിരിക്കും, തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് സെറ്റിംഗ് ആയിരിക്കും. നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ നമുക്ക് ഒരു ഇനീഷ്യൽ സെറ്റിംഗ് വരും. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് വീഴാത്ത ഒരു സംഗതിയിലോട്ട് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ സീലിംഗ് അങ്ങനത്തെ പർട്ടിക്കുലർ സ്പെഷ്യൽ കാറ്റഗറി മെറ്റലിൽ ഒട്ടിക്കാൻ, ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ, അങ്ങനത്തെ കാറ്റഗറി ഒക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ അഡസീവ് തന്നെ യൂസ് ചെയ്യാൻ. നമുക്ക് സിമെന്റ് ബേസ് ആയിട്ടുള്ള അഡസീവില് നമുക്ക് സിമെന്റ് സർഫസിൽ നമുക്ക് വാളിലും ഫ്ലോറിലും നമുക്ക് ഒട്ടിക്കാനായിട്ട് ടൈപ്പ് 4. ഇത് ടൈപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു വലിയൊരു 10 നില കെട്ടിടം, അതിന്റെ പൊക്കത്ത് എക്സ്റ്റീരിയർ ആഡ് ചെയ്യണം. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു അഡസീവ് കൊടുക്കാൻ പറ്റും. നെക്സാ ബോണ്ട് Q400 ടൈപ്പ് 4 S1 കാറ്റഗറിയിൽ വരുന്നത്. അതായത് വിൻഡ്, പ്രഷർ, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ താങ്ങി നിർത്താൻ പറ്റുന്ന അഡസീവ് ആണ് ഈ പറയുന്ന നെക്സാ ബോണ്ട് Q400.